എന്തെന്നാണ് കറക്റ്റ് എങ്ങനെയാണെങ്കിൽ കൈ വരുന്നത് വണ്ടിയാതി മൂടിയാണ്. അങ്ങോട്ട് പോയാൽ പുറകെ പോകുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാന്തല്ലൂർ എന്നുള്ള ഒരു സ്ഥലത്തിലാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ഹൈ റേഞ്ച് ഉള്ള സ്ഥലമാണ്, ഫോറസ്റ്റ് ഏരിയ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ദിവസം 1 ഡേ ട്രിപ്പിന് വേണ്ടി വന്നതാണ്. ഞാനും എൻ്റെ കസിൻസും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ വന്നു. ഇത് അതിൻ്റെ എൻട്രൻസാണ്. അപ്പോൾ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. വലിയ കാറില്ല, ഒരു ഫാമിലിയോ ഇല്ല 6-5 പേര് താമസിക്കാൻ പറ്റുന്ന ഒരു ട്രീ ഹൗസാണ് അത്. നല്ല ട്രീ ഹൗസ് എന്ന് വെച്ചാൽ മരത്തിൻ്റെ മുകളിലുള്ള 2 ബെഡ്റൂമും ഹാളും മറ്റേ കിച്ചണൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉള്ള അത് കാണിച്ചു തരാം. ഇത് എൻട്രൻസ്. നമ്മൾ ഇങ്ങോട്ട് ഇതിലേക്ക് വരിക. ഇത് ഒരു ചെറിയ ബ്രിഡ്ജ്. ഇത് 2 രീതിയിലുണ്ട്. ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഒന്ന് സ്റ്റൈലിന് വേണ്ടിയും കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയും മാത്രമല്ല ആനയൊക്കെ വരാതെ എലിഫൻ്റൊക്കെ വരാത്ത രീതിയിലുള്ള ഒരു ചെറിയ സെറ്റപ്പാണ്. എന്നാൽ എലിഫൻ്റ് വന്നിട്ടുള്ള ഒരു കുറേ വിഷയമുണ്ട്. ഇന്ന് രാവിലെ തന്നെ എലിഫൻ്റ് വന്നിട്ടുണ്ട് ഇവിടെ. വന്നു കാണിക്കാം. ഇത് മൊത്തം സൈഡും കാട്, ഏറ്റവും ഭയങ്കര ഫോറസ്റ്റ്. അത് എലിഫൻ്റ് വൈൽഡ് അനിമൽസൊക്കെ വരുന്ന ഒരു ഫോറസ്റ്റാണ് അത്. ഇപ്പോൾ കുറച്ച് മുൻപ് ഞാൻ മാനൊക്കെ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ളിൽ അത് പെട്ടെന്ന് അതിൻ്റെ അകത്ത് കൂടി ഓടി. ഇതാ ട്രീ ഹൗസ്. ഇവിടെ വന്നിട്ട് ഫയർ ക്യാമ്പൊക്കെ ചെയ്യാം. പക്ഷേ ഇന്ന് നല്ല അത്യാവശ്യത്തിനുള്ള മഴ ഉണ്ട്. അപ്പോൾ ഇന്ന് മഴയിൽ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇന്ന് വേറെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രിക്ക്. ഇത് ഫയർ ക്യാമ്പൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന സ്ഥലമാണ് അത്. പക്ഷേ നല്ല മഴ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒരു ആവശ്യത്തിന് മഴ സമയമാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രീ ഹൗസ് എന്ന് വെച്ചാൽ ട്രീയും പിന്നെ ഇവിടെ ഒരു ചെറിയ ഫയറിൻ്റെ തന്തൂരിയൊക്കെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. നല്ല വൈബ്. ബാച്ചിലേഴ്സിന് ഏറ്റവും പറ്റിയത്, കപ്പിൾസിന് ഏറ്റവും ബെസ്റ്റ്, ഫാമിലിക്കും ഏറ്റവും നല്ല ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ മഴ കൊള്ളാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് തന്തൂരിയോ ചിക്കനോ ഗ്രില്ലോ അതൊക്കെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. ഇതെല്ലാം വുഡിൽ ഉള്ള ഫിനിഷിംഗ് ഉള്ള സ്റ്റെപ്സുകളാണ്. മരത്തിൻ്റെ മുകളിലുള്ള ഒരു ഹൗസാണെന്നുള്ള സെറ്റപ്പാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. നല്ലൊരു ഫോറസ്റ്റ്. ഇതിൻ്റെ അടുത്ത് ആപ്പിളിൻ്റെ ഫാംസ് ഉണ്ട്, സ്ട്രോബെറീസിൻ്റെ ഫാംസ് ഉണ്ട്, കുറേ വിഷയങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പിന്നെ വീഡിയോ കാണിക്കാം. അറ്റ് പ്രസൻറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നല്ല കോൾഡാണ്, തണുപ്പാണ്. ബ്രീതിങ് വരുന്നുണ്ട്. ഈ ട്രീ ഹൗസിൻ്റെ അകത്ത് നമുക്ക് നല്ല ഒരു ബെഡ്റൂമാണ്. മൊത്തം ഗ്ലാസ് വ്യൂ, മൊത്തം ഡോർസ് എല്ലാം ഗ്ലാസ്സില്ല. നല്ല വിശാലമായിട്ട് ഇവിടെ ഇരുന്ന് അകത്തിരുന്ന് നല്ല വൈബാണ് അത്. നമുക്ക് ഇവിടെ ഇരുന്ന് എല്ലാം കാണാൻ പറ്റും. നല്ല പക്ക ഫോറസ്റ്റാണ്. ഇതിൻ്റെ അകത്തിരുന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നല്ല മൗണ്ടൻ. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഈ വൈൽഡ് അനിമലൊക്കെ വരുന്ന സ്ഥലം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സേഫ് ആൻഡ് സെക്യൂർഡ്, നല്ല സേഫ്റ്റി ഉള്ള സ്ഥലമാണ്. ഒരു പേടിയില്ല. ധൈര്യമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇരിക്കാം. ഇതെല്ലാം മൗണ്ടനാണ്. മൗണ്ടൻ മാത്രമല്ല, ഇത് നല്ല ഫോറസ്റ്റ് ഉള്ള ഏരിയ. പിന്നെ ഇതേപോലെ ഇനിയൊരു ബെഡ്റൂമുണ്ട്. ഇത് സെക്കൻഡ് ബെഡ്റൂം. സെയിം സൈസില്ല. നല്ല വാഷ്റൂം ഉണ്ട്. വാഷ്റൂമൊക്കെ നല്ല സെറ്റപ്പ് ഉള്ള വാഷ്റൂമാണ്. സോ വെസ്റ്റേണിൻ്റെ വാഷ്റൂം. അത് കാണാനും നല്ല വൃത്തിയുള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. പിന്നെ ഇത് സെക്കൻഡ് ബെഡ്റൂം. ഇതിലും ബാൽക്കണി ഉണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലും ബാൽക്കണിയിൽ ഇരുന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡുള്ള വ്യൂ എല്ലാം കിട്ടും.
ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഞാൻ മാനൊക്കെ കണ്ടത്. പിന്നെ ഇവിടെയൊക്കെ ആനയും കുറേ വൈൽഡ് അനിമലൊക്കെ വരുമെന്നുള്ള നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും സേഫ്റ്റി ആയിട്ട് ഇരിക്കുന്നു. നമ്മൾ മാക്സിമം ട്രീ വിട്ട് താഴെ അൺവാണ്ടഡ് ആയിട്ട് ഒറ്റയ്ക്ക് പോകരുത്. 2-3 ആളുകളായിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 6 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 മണി കഴിയുമ്പോൾ വൈകിട്ട് നമ്മൾ ഇത് ഓപ്പൺ ആയിട്ടൊക്കെ ഒന്ന് നടക്കരുത്. അതെല്ലാം സെക്യൂർഡ് ആയിട്ട് ഒന്ന് സേഫ്റ്റി ആയിട്ട് 2-3 പേരായിട്ടൊക്കെ നിൽക്കണം താഴെ. അതേ ഉള്ളൂ. അതെന്താ നല്ല വ്യൂ ഉള്ള സ്ഥലം, നല്ല തണുപ്പ്, സ്നോസ് എല്ലാം ഭയങ്കരമായിട്ട് ഫോഗൊക്കെ ഉള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കിച്ചൺ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഞങ്ങൾ നാട്ടിലിരുന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങൾ കുറച്ച് കരിമീനും വാങ്ങിച്ച് കുറച്ച് കേര നമ്മുടെ നാട്ടിലിരുന്ന് ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുക്കിങ്ങും നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. കുറച്ച് മട്ടൺ വരുന്ന വഴിക്ക് ഇവിടെ തന്നെ ഈ ഗ്രാമത്തിൽ താഴെ ഒരു വില്ലേജ് ഉണ്ട്, അവിടെ ഇരുന്ന് കുറച്ച് മട്ടണും വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ കാണിക്കാം. പ്ലീസ് കം ഗൈസ്. അടുത്ത് നമ്മൾ കിച്ചണിലോട്ട് പോകാം. ഇതാ കിച്ചൺ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി കേരക്കറിയൊക്കെ വെച്ച് നല്ല അടിപൊളി കേരക്കറിയാണ്. അവിടെ ഇരുന്ന് കേര ഫിഷൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കേരക്കറിയുടെ ടേസ്റ്റ് ചാറ് മാത്രമേ ഉള്ളൂ ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല ഉപ്പും പുളിയൊക്കെ ഇറങ്ങിയ ഒരു നല്ല ടേസ്റ്റുള്ള ഒരു കേരക്കറി, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രൈ മീൻ പൊറിച്ചുകൊണ്ടിരിക്കുന്ന കരിമീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾറെഡി ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതും ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതൊക്കെ ആലപ്പുഴ കുട്ടനാടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. ബോക്സിൽ ഫ്രീസർ ബോക്സിൽ വെച്ച് കുട്ടനാട്ടിൽ നമ്മൾ കൊണ്ടുവന്ന സാധനം. നല്ല മസാലയും നല്ല ഫ്രഷ് കരിമീൻ, നല്ല ടേസ്റ്റുണ്ട്. അടുത്തത് ഇവിടെ വരുന്ന വഴിക്ക് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തോ ഇല്ല, സ്വല്പം കൂടി കുറച്ചുകൂടി വേഗമുണ്ട്, വേഗട്ടെ. ഇവിടുത്തെ ഫാൻ ഒത്തിരി സെറ്റാകുന്നില്ല അതാ. ആൻഡ് നമ്മൾ ഒരു ഇവിടെ വരുന്ന വഴിക്ക് താഴെ ഈ കാന്തല്ലൂരിൻ്റെ താഴെ ഒരു വില്ലേജ് ഉണ്ട്, 10-15 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത്. അപ്പോൾ താഴെ അവിടെ നിന്ന് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടൺ ഇന്ന് കുറച്ച് വാങ്ങിച്ചു. അതിൻ്റെ മട്ടൻ്റെ ചുക്കയാണ് ചെയ്തത്. ഇത് ഞാനാണ് ചെയ്തത്, നല്ല ചുക്ക. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇത് ഓൾറെഡി റെഡിയായി. അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റ്. ഇതൊക്കെ കഴിക്കണം നിങ്ങൾ. എന്താമോ. അതിന് മാത്രമല്ല ഇവിടെ കിച്ചണ്, ഈ കിച്ചൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഡൈനിങ് ടേബിളുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആഹാരമൊക്കെ കഴിക്കാൻ കുറച്ച് സലാഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് സാലഡ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല തണുത്ത വ്യൂ, നല്ല തണുത്ത ഒരു കാറ്റ്, നല്ല ഫോറസ്റ്റ് വ്യൂ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഫാനോ എ സിയോ ഒന്നും ആവശ്യമില്ല. നല്ല ഫോറസ്റ്റ്, നല്ല തണുപ്പുണ്ട്. ഈ തൊട്ടടുത്ത് തന്നെ ഇവിടെ തന്നെ ഈ കാണുന്ന ഈ സ്ഥലം തന്നെ, ഇവിടെ വന്ന് ഈ കാണുന്ന ഈ സ്ഥലത്ത്, ഞാൻ ഈ കൈ ചൂണ്ടിക്കാണിക്കുന്ന ആ സ്ഥലത്തെല്ലാം ഞാൻ ഇന്ന് രാവിലെ ഒരു മാനിനെ കണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ നല്ല വൈൽഡ് അനിമലും കുറേ അനിമൽസൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് ആഘോഷിക്കുന്ന ഒരു നല്ല ബെസ്റ്റ് പ്ലേസാണ്. ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറയാം, അടുത്തത് കാണിക്കാം.